പ്രഭാഷണങ്ങളും ചർച്ചകളും സംവാദങ്ങളും കലാപ്രകടനങ്ങളുമൊക്കെയായി കനകക്കുന്നിനെ ഉത്സവലഹരിയിലാക്കിയ അക്ഷരോത്സവത്തിനാണ് സമാപനമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയിൽ സർഗാത്മകത ഇത്ര ഭീകരമായ ഭീഷണി നേരിട്ട മറ്റൊരു കാലമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്നത്തേതുപോലെ എഴുത്തുകാർ ഇങ്ങനെ തുടരെ കൊല്ലപ്പെട്ടില്ല. സാമൂഹിക ജീവിതത്തെ ആത്മവിമർശനത്തോടെ സമീപിക്കാൻ ഉതകുന്നതാണ് മാതൃഭൂമി അക്ഷരോത്സവമെന്ന മുഖ്യമന്ത്രി. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംഭാവന നൽകിയ മഹാവ്യക്തിത്വങ്ങളെ കേരളീയർക്ക് സംവദിക്കാൻ കഴിയും വിധം ഇവിടെ എത്തിച്ച ശ്രീ ശ്രേയാസ് കുമാർ, ശ്രീ PV ചന്ദ്രൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ നേതൃനിരയെ അഭിനന്ദിക്കട്ടെ. ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക സഞ്ചാരത്തിൻ്റെ ഭൂപടത്തിൽ മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം തിളങ്ങുന്ന വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പരിവർത്തന പ്രവാഹങ്ങളെന്ന ആശയത്തിലൂന്നിയായിരുന്നു ഇത്തവണത്തെ അക്ഷരോത്സവം. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് എല്ലാ മേഖലയിലും നമുക്ക് കടക്കാൻ സാധിക്കില്ല. കുറേ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. വരുന്ന മാറ്റങ്ങൾ എങ്ങനെ, അത് നമ്മളെങ്ങനെ ബാധിക്കുന്നു, ഏതെല്ലാം തരത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ കഴിഞ്ഞ 4 ദിവസമായി നടന്നത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തോടനുബന്ധിച്ച് നൽകി വരുന്ന MBIFL ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സന്ധ്യ മേരി എഴുതി ജയശ്രീ കളത്തിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മരിയ ജസ്റ്റ് മരിയ എന്ന നോവലിനാണ്. ഹാപ്പർ കോളിൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. MBIFL ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന്റെ ഇത്തവണത്തെ മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. സന്ധ്യമേരിയുടെ മരിയ വെറും മരിയ വിവർത്തനം ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വെറും മരിയയെ ജസ്റ്റ് മരിയ ആക്കുന്ന ആ പ്രോസസ്സ് ഞാൻ ഒരുപാട് ആസ്വദിച്ചതാണ്. ചലച്ചിത്രകാരൻ അമോൽ പലേക്കർ പരിപാടിയിൽ മുഖ്യാതിഥിയായി. ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏകാന്തതയിൽ ഇല്ലാതെയായി പോകും. ഇനി അടുത്ത സാഹിത്യോത്സവത്തിന് കാത്തിരിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.